സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ഇവരെ വിമാനമാർഗം നാട്ടിലെത്തിക്കും. ഡമാസ്കസിലെയും ബെയ്റൂത്തിലെയും ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടി. അർജുൻ പീതാംബരൻ വിശദാംശങ്ങൾ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും നിർണായകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിവിധ ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ ഈ ഒഴിപ്പിക്കൽ നടന്നത് എങ്ങനെയാണ്? വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ. ആകെ 90 ഇന്ത്യൻ പൗരന്മാരാണ് സിറിയയിലുള്ളത്. അതിന് പുറമെ തന്നെ ഈ 44 കശ്മീരിൽ നിന്നുള്ള 44 തീർത്ഥാടക സംഘവും അവിടേക്ക് എത്തിയിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന ഈ കലാപങ്ങളെ തുടർന്നും അതുപോലെ തന്നെ മറ്റ് സംഘർഷങ്ങളെ തുടർന്നും ഒറ്റപ്പെട്ടു പോയിരുന്നു. ആ 44 പേരെ ഉൾപ്പെടെ 75 പേരെയാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ ഒഴിപ്പിക്കൽ പ്രക്രിയ അത് ഏകദേശം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഇവരെ എല്ലാവരും ലെബനനിലെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നും വിമാനമാർഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ UN-ന്റെയും അതുപോലെ തന്നെ മറ്റ് കമ്പനികളുടെയും ഭാഗമായിട്ട് തന്നെയാണ് 90 പേര് അവിടെ സിറിയയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയൊരു ശതമാനം എന്തായാലും ഇതിനോടകം ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. വരാൻ താല്പര്യം പ്രകടിപ്പിച്ചവരെയാണ് ഇപ്പോൾ മടക്കി കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഒരുപാട് പേർ, ഏകദേശം 50ഓളം ആളുകൾ അവിടെ തന്നെ ഉണ്ട്. അവരെ എല്ലാവരും തന്നെ കടുത്ത ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഈ ഡമാസ്കസിലുള്ള ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും നൽകിയിരിക്കുന്നത്.